എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 1-ാം തീയതി വരെ നൽകാവുന്നതാണ്. അപ്പോൾ ജൂൺ 1-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള ഏത് തരത്തിലുള്ള എഡിറ്റിംഗ് ആയാലും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയാലും അല്ലെങ്കിൽ ഓപ്ഷൻസ് ആയാലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആയിട്ടുള്ള admission.uc.ac.in/admission എന്നുള്ള ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാം. ഇവിടെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷ നൽകാം എന്നുള്ളതിനുള്ള യൂസർ മാനുവലും അതുപോലെ ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് എയ്ഡഡ് ഗവൺമെൻറ് അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജിൽ കിട്ടിയാൽ ഓരോ വർഷവും എത്ര രൂപ ഫീസ് വരും എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക് പ്രോസ്പെക്ടസും ഈ ഒരു പേജിൽ തന്നെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഡിഗ്രി കോഴ്സിലെ അഡ്മിഷനെ കുറിച്ച് ചെറിയൊരു വീഡിയോ വിവരണം നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അത് കേൾക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ ഹൗ ടു അപ്ലൈ ഓൺലൈൻ എന്നുള്ളൊരു അതായത് യൂസർ മാനുവൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഒരു വിദ്യാർത്ഥിക്ക് മാക്സിമം 20 ഓപ്ഷൻസ് ആണ് നൽകാനായിട്ട് സാധിക്കുക. അതുപോലെ SC ST വിദ്യാർത്ഥികൾക്ക് 195 രൂപയും മറ്റ് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 470 രൂപയുമാണ് ഫീസായിട്ട് വരിക. ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഐ ഹാവ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നൽകിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്കാണ് പ്രവേശിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആദ്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാക്കി ഡീറ്റെയിൽസ് നൽകുക. നിങ്ങൾ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് കാപ്പ് ഐഡിയും അതായത് ഈ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ്സിൻ്റെ ഐഡിയും അതുപോലെ ഒരു സെക്യൂരിറ്റി കീയും നിങ്ങളുടെ ഫോണിലേക്ക് SMS അപേക്ഷ നൽകുന്ന സമയത്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ഐഡിയും അതുപോലെ തന്നെ ആ ഒരു കാര്യം കൂടി നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഈ ഒരു അപേക്ഷ നൽകിയ വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന പേജ്. അപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു പേജാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രിവ്യൂ എന്നുള്ളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്മിഷൻ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ ഡൗൺലോഡ് പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ മാൻഡേറ്ററി ഫീസ്. അതായത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാൻഡേറ്ററി ഫീസ് അടക്കാണ്ട് അപ്പോൾ ആ ഒരു ഫീസ് അടക്കാനുള്ള ലിങ്കാണ് ഈ ഒരു അതായത് ഇവിടെ കാണുന്ന മാൻഡേറ്ററി ഫീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് ചലാൻ റെസിപ്റ്റ്. അത് നിങ്ങൾ ചലാൻ അടിച്ചു കഴിഞ്ഞാൽ ഫീസ് അപേക്ഷ നൽകുന്ന സമയത്ത് ചലാൻ അടിച്ചതിൻ്റെ റെസിപ്റ്റ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ്, അതുപോലെ ലോഗ് ഔട്ട് എന്നിങ്ങനെ ഓപ്ഷൻസ് കാണാം. ഓരോന്നിനും ഓരോ ലിങ്ക് നൽകിയിട്ടുള്ളത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അൺലോക്ക് ഓർ എഡിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് കാണാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള എഡിറ്റുകൾ ചെയ്യേണ്ടത്. അപ്പോൾ അൺലോക്ക് ഓർ എഡിറ്റ് എന്നുള്ളതിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ഒരു സെക്യൂരിറ്റി കീ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ മുൻപ് അപേക്ഷ നൽകിയപ്പോൾ വന്നിട്ടുണ്ടായിരുന്ന അതേ സെക്യൂരിറ്റി കീ ആണ്. ആ ഒരു സെക്യൂരിറ്റി കീ നൽകിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള എഡിറ്റിങ്ങുകൾ അതായത് ഓപ്ഷൻസ് ഉൾപ്പെടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ആവശ്യമായിട്ടുള്ള എഡിറ്റിങ്ങുകളൊക്കെ ചെയ്ത് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് പ്രിൻ്റ് ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അതായത് നിങ്ങൾ എത്ര പ്രാവശ്യം എഡിറ്റ് ചെയ്യുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾ കൺഫേം ചെയ്ത ശേഷം നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. വെബ്സൈറ്റിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കോഴ്സസ് എന്നുള്ളൊരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇതുപോലൊരു പേജാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് സെലക്ട് കോഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ FI UGP 4 ഇയർ UG പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട് ആദ്യത്തേത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സെലക്ട് പ്രോഗ്രാം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ട കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഇവിടെ കോഴ്സിൻ്റെ ഫുൾ ഫോമാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ BCA എന്ന് പറഞ്ഞാൽ BCAയുടേത് ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഹോണേഴ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. 4 വർഷമായതുകൊണ്ടാണ് ഹോണേഴ്സ് ഡിഗ്രിയാണ്, അതുകൊണ്ടാണ് ഹോണേഴ്സ് എന്ന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു BSc കമ്പ്യൂട്ടർ സയൻസ് ഹോണേഴ്സ്, അതുപോലെ ഏതൊരു കോഴ്സിലും ഹോണേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാം. ഇത് 4 വർഷത്തെ കോഴ്സ് ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് ഇവിടെ അതായത് ഞാനിപ്പോൾ
ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് BSc കോഴ്സാണ് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ഇലക്ട്രോണിക്സ് ഹോണേഴ്സ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഏത് ജില്ലയിലാണ് ഈ ഒരു സീറ്റ് ഉള്ളത് എന്നുള്ളത് ഇവിടെ ഇത്രയും ജില്ലയിലാണ് ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോളേജസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതിനുശേഷം സെർച്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഏത് കോളേജിലാണ് ഈ ഒരു കോഴ്സ് ഉള്ളത് എന്നുള്ളതും അതുപോലെ തന്നെ അത് സെൽഫ് ഫിനാൻസ് ആണോ അല്ലെങ്കിൽ അവിടുത്തെ സീറ്റ് എന്തെന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു സെൽഫ് ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിലും നിങ്ങൾ നിശ്ചിത ഫീസ് എക്സ്ട്രാ ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട്, അതായത് നിശ്ചിത ഫീസ് എക്സ്ട്രാ അല്ല, നിങ്ങൾക്ക് സാധാരണ ഈ ഒരു നിങ്ങൾ ക്ലിയർ അടിച്ച് കഴിഞ്ഞാലാണ് ബാക്കി വീണ്ടും ആ ഒരു കാര്യം സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട കോഴ്സ് ഏതാണ് നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഓരോ കോളേജിലും ഏതാണ് ആ ഒരു കോളേജ് എയ്ഡഡ് ആണോ അതുപോലെ തന്നെ അൺഎയ്ഡഡ് ആണോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സെൻറ്റർ ആണോ, ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ കോഴ്സിനും നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ള കാര്യം കറക്റ്റായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ ഫീസ് സ്ട്രക്ചർ എന്നുള്ള ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു ഫീസ് സ്ട്രക്ചർ കറക്റ്റായിട്ട് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ തന്നെ ഈ ഒരു പേജിൽ തന്നെ മുകളിലായിട്ട് ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾക്കൊരു ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏത് കോഴ്സാണ് അതുപോലെ ഏത് കോളേജിൽ എത്ര രൂപ ഫീസ് വരും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. എയ്ഡഡ്, അൺഎയ്ഡഡ്, ഗവൺമെൻറ്, സെൽഫ് ഫിനാൻസ്, അതുപോലെ തന്നെ IHRD എന്നിങ്ങനെയുള്ള ഓരോ കോളേജിലും എത്ര രൂപ വീതം ഫീസാണ് നിങ്ങൾക്ക് വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കാം. നിങ്ങൾക്ക് എയ്ഡഡ് അതുപോലെ ഗവൺമെൻറ് കോളേജിനെ അപേക്ഷിച്ച് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ നിങ്ങൾക്ക് ഫീസ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.